ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക, അതിൻ്റെ വാല്യുവേഷൻ തുടങ്ങിയോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ മെസ്സേജായിട്ടും കമൻ്റായിട്ടും ഒക്കെ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിന് ഒരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. സെക്കൻഡ് സെമ്മിൻ്റെ വാല്യുവേഷന് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ CV ക്യാമ്പ് ഓഫ് സെക്കൻഡ് സെമസ്റ്റർ CU CBCSS ആൻഡ് CBCSS റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ UG 2022 അതിൻ്റെ CV ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത് 19/6/2023 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ 19-ാം തീയതി മുതൽ വാല്യുവേഷൻ തുടങ്ങും. 22 വരെയാണ് വാല്യുവേഷൻ ഉണ്ടാവുക. അപ്പോൾ എല്ലാ ക്ലാസ്സും സസ്പെൻഡ് ചെയ്തിട്ട് വാല്യുവേഷന് ടീച്ചേഴ്സിനോട് ഫാക്കൽറ്റീസിനോട് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാല്യുവേഷന് 19-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ സെക്കൻഡ് സെം എക്സാം എഴുതിയിട്ടുള്ള സപ്ലിമെൻ്ററി റെഗുലർ എഴുതിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും, അത് ഏത് അഡ്മിഷനാണെങ്കിലും എല്ലാവരുടെയും, എല്ലാ ഡിഗ്രി വിദ്യാർത്ഥികളുടെയും റിസൾട്ട് ജൂലൈ ഒരു സെക്കൻഡ് വീക്ക് തേർഡ് വീക്ക് ആയിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യുവേഷൻ കഴിഞ്ഞ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ റിസൾട്ട് വരുന്നതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 20-ാം തീയതിക്കുള്ളിൽ റിസൾട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് PG അഡ്മിഷൻ ക്ലോസ് ആകില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും PG റിസൾട്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്നതാണ് തേർഡ് സെമ്മിൻ്റെ റിസൾട്ട്, തേർഡ് സെമ്മിൽ സപ്ലി ഉണ്ട്, അപ്പോൾ അത് PGൻ്റെ അഡ്മിഷനെ ബാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. തേർഡ് സെമ്മിൽ സപ്ലി ഉണ്ട്, അതിൻ്റെ വാല്യുവേഷൻ ആരംഭിച്ചിട്ടില്ല. അത് വാല്യുവേഷൻ നടന്ന് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തേർഡ് സെമ്മിൽ സപ്ലി ഉണ്ട് എങ്കിൽ അവർക്ക് ഈ PG അഡ്മിഷൻ അത് ബാധിക്കുന്നതായിരിക്കും. ഓക്കെ.